ഹായ് ഗൈസ്, once again വെൽക്കം ബാക്ക് ടു എജ്യൂപോഡ് മക്കളെ. അപ്പോൾ നിങ്ങളുടെ പരീക്ഷയാണ് അല്ലേ? ഇത് പരീക്ഷ CBSE സോഷ്യൽ സയൻസ് എക്സാം ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കൂടുതൽ ലൈവിൽ ചോദിച്ച സംഭവമാണ് മാപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൽ 5 മാർക്കിനാണ് മാപ്പ് ചോദിക്കുക അല്ലേ? അതിൽ ഹിസ്റ്ററിന് എത്ര മാർക്കിനുണ്ടാവും? ഹിസ്റ്ററിന്ന് 2 മാർക്കിന്റെ സെക്കൻഡ് ചാപ്റ്ററിന് 2 മാർക്കിന്റെ ചോദ്യമാണ് മാപ്പിൽ ചോദ്യം. ബാക്കി 3 മാർക്ക് ജോഗ്രഫി. പക്ഷേ നമുക്ക് പുതിയൊരു ഇത് പ്രകാരം ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി എന്നുള്ള ചാപ്റ്ററിൽ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തത്തിലെ മാപ്പ് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലാസ്റ്റ് ചാപ്റ്റർ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം മേജർ പോർട്ടുകളും എയർപോർട്ടും സീപോർട്ടുമാണ് ഈ ഒരു ചാപ്റ്റർ മാപ്പിൽ മാർക്ക് ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പോർട്ട് ഏതാണ്? കണ്ട്ല പോർട്ട് അല്ലെങ്കിൽ ദീനദയാൽ പോർട്ട് വിളിക്കുന്ന പോർട്ട്. അപ്പോൾ ഇതേപോലെ ഒരു മാപ്പാണ് നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പാണ് തരിക. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ മാപ്പായിരിക്കും. അത് നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കട്ടെ. ഇവിടെയാണ് ആരുള്ളത്? ദീനദയാൽ പോർട്ട് അഥവാ കണ്ട്ല പോർട്ട്. ഇവിടെയാണ് ആരുള്ളത്? ജവഹർലാൽ നെഹ്റു പോർട്ട് അഥവാ മുംബൈ പോർട്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയാണ് ആരുള്ളത്? മർമഗോ. ഗോവയിലാണ് മർമഗോ ഉള്ളത്. ഇവിടെയാണ് ന്യൂ മംഗലൂരു പോർട്ട് ഉള്ളത്. ഇവിടെയാണ് കൊച്ചി പോർട്ട്. ഇവിടെ ടൂട്ട്കോയിൻ, ദ സദേൺ മോസ്റ്റ് പോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഏറ്റവും സദേൺ മോസ്റ്റ് ആയിട്ടുള്ള പോർട്ടാണ് ഇത്, ടൂട്ട്കോയിൻ. ഇവിടെയാണ് ആരുള്ളത്? ചെന്നൈ പോർട്ട്. ഇവിടെയാണ് ആരുള്ളത്? വിശാഖപട്ടണം പോർട്ട്. ഇവിടെയാണ് ആരുള്ളത്? പരാദീപ് പോർട്ട്. ഇവിടെയാണ് ആരുള്ളത്? ഹൽദിയ പോർട്ട്. ഇവിടെയാണ് ഏതുള്ളത്? കൊൽക്കത്ത പോർട്ട്. അപ്പോൾ ഈ 12 പോർട്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് എന്ത് ചെയ്യും? മാർക്ക് ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധിച്ചു വെച്ചോ, ദീൻദയാൽ കണ്ട്ല ഗുജറാത്തിലാണ്, മുംബൈ മഹാരാഷ്ട്രയിലാണ്, മർമഗോ ഗോവയിലാണ്, ന്യൂ മംഗലൂരു കർണാടകയിലാണ്, കൊച്ചി കേരളത്തിലാണ്, ടൂട്ട്കോയിൻ ആൻഡ് ചെന്നൈ തമിഴ്നാട്ടിലാണ്. ഇവിടെ വിശാഖപട്ടണം ഉണ്ട്, സീമാന്ധ്ര അഥവാ ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം ഉണ്ട്. ഒഡീഷയിൽ പരാദീപ്, വെസ്റ്റ് ബംഗാൾ 2 ഹൽദിയും കൊൽക്കത്തയും. പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെയാണ് ഡൽഹി എയർപോർട്ട് വരുന്നത്. ഇവിടെ ശ്രീ ഗുരു രാംദാസ് ജി ഇന്റർനാഷണൽ എയർപോർട്ട് അമൃത്സറിൽ. പിന്നെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട എയർപോർട്ടാണ് മുംബൈയിലെ ഛത്രപതി ശിവജി എയർപോർട്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ചെന്നൈ എയർപോർട്ടും എന്താണ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് ആരുള്ളത്? ഹൈദരാബാദ് എയർപോർട്ട്. അപ്പോൾ ഒരു എയർപോർട്ടും ഒരു സീപോർട്ടും എന്തായാലും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കും. ബാക്കിയൊക്കെ ഹിസ്റ്ററിയിൽ നിന്നാണ് ചോദിക്കുക കേട്ടോ. ഓക്കെ, ഈ ഹിസ്റ്ററി മാപ്പിൽ എന്തൊക്കെയാണ് ചോദിക്കുക? യെസ് മക്കളെ, ഹിസ്റ്ററി മാപ്പ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ് എളുപ്പമാണ്. ഞാൻ പലപ്പോഴും ക്ലാസ് എടുത്ത ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ആകെ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സമയത്ത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ സെഷൻ നടന്ന സ്ഥലങ്ങളുണ്ട്. അത് ആ ഡേറ്റും സ്ഥലവും നിങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം ചോദിച്ചു നോക്കി. നിങ്ങൾ ആദ്യം ചോദിക്കും എ പ്ലേസ് വേർ ദ കോൺഗ്രസ് സെഷൻ വാസ് ഹെൽഡ് ഇൻ 1992. 1920 കോൺഗ്രസിന്റെ സെഷൻ നടന്ന സ്ഥലമാണ് ചോദിച്ചു. 1920 എവിടെ നടന്നത്? 2 സ്ഥലങ്ങളിൽ 1920 നടന്ന നാഗ്പൂരുമുണ്ട്, കൽക്കട്ടയും ഉണ്ട് അല്ലേ? നാഗ്പൂരും ഉണ്ട്, കൽക്കട്ടയും. ആ 2 നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു. അതുപോലെ തന്നെ എന്താ എ പ്ലേസ് വേർ ദ കോൺഗ്രസ് സെഷൻ ഹെൽഡ് ഇൻ 1927 നടന്ന സ്ഥലമാണ് എന്താ? മദ്രാസ്. ഓക്കെ, അപ്പോൾ 1927 മദ്രാസ് ആണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ മാസമാണെങ്കിൽ അത് കൊൽക്കത്തയാണ്, ഡിസംബർ മാസമാണെങ്കിൽ അത് എവിടെയാ? അത് നാഗ്പൂരാണ്. എക്സാമിന് അങ്ങനെ തന്നെ ഒരു എക്സാമിൽ കൃത്യമായി ഡിസംബർ മാസവും ചോദിച്ചിട്ടുണ്ട്, സെപ്റ്റംബർ മാസം 2 ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അടുത്ത് നോക്കാം നമുക്ക്. അടുത്ത് ജാലിയൻ വാലാബാഗ് ഇൻസിഡന്റ് നടന്ന സ്ഥലം, അതുപോലെ മഹാത്മാഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കോൾ ഓഫ് ചെയ്ത സ്ഥലം, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് മഹാത്മാഗാന്ധി സ്റ്റാർട്ട് ചെയ്ത സ്ഥലം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെവിടെ? ജാലിയൻ വാലാബാഗ് നമുക്ക് എവിടെ? പഞ്ചാബിലല്ലേ? പഞ്ചാബിലെ അമൃത്സറിലാണ്. ഈ കാണുന്ന സ്ഥലത്താണ് എന്തുള്ളത്? ജാലിയൻ വാലാബാഗ് നടന്ന സ്ഥലം. അമൃത്സർ കൃത്യമായി നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഭാഗം അമൃത്സർ നോട്ട് ചെയ്ത് നോക്കുക. ഇനി ഏതാ നമ്മുടെ നോൺ കോപ്പറേഷൻ മഹാത്മാഗാന്ധി നിർത്തിയ സ്ഥലം ഏതാ? നമുക്കൊരു ഉത്തർപ്രദേശിലെ അല്ലെ ചൗരി ചൗര അല്ലെ? അപ്പോൾ ഉത്തർപ്രദേശിൽ ചൗരി ചൗര അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് മഹാത്മാഗാന്ധി സ്റ്റാർട്ട് ചെയ്ത് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കൽ നിങ്ങൾ സാൾട്ട് സത്യാഗ്രഹമാണ് ഈ രണ്ടും സെയിമാ. അല്ലാതെ സാൾട്ട് സത്യാഗ്രഹം വേറെയും സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് രണ്ടും അല്ല. മഹാത്മാഗാന്ധി സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെയാണ് സാൾട്ട് സത്യാഗ്രഹം. അപ്പോൾ രണ്ടും സെയിം ആണ്. അപ്പോൾ സാൾട്ട് സത്യാഗ്രഹം നടന്ന സ്ഥലം ദണ്ഡിയാണ് അല്ലേ? ദണ്ഡി സാൾട്ട് ഫീൽഡിലാണ് നടന്നത് അല്ലേ? ഗുജറാത്ത്. അത് നോട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്ത് മൂവ്മെന്റ് മഹാത്മാഗാന്ധി ഏർലി സ്ട്രഗിൾസ് ചോദിക്കും. ഏതൊക്കെയാ? ചമ്പാരൻ ചോദിക്കും, അതുപോലെ പെസന്റ് സ്ട്രഗിൾ കേദായിലെ ചോദിക്കും, കോട്ടൺ മിൽ സ്ട്രൈക്ക്. ഇത് 3 ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കി നിങ്ങൾ പെസന്റ് സ്ട്രൈക്ക് മൂവ്മെന്റ് ഇൻഡിഗോ ഫാമേഴ്സിന്റെ പ്രശ്നം എവിടെയായിരുന്നു? ചമ്പാരൻ, ബീഹാറാണ് അല്ലേ? അപ്പോൾ നേരെ ബീഹാറിൽ പോവാം. അവിടെയാണ് ചമ്പാരൻ കിടക്കുന്നത്. നമുക്കറിയാം ബാക്കി 2 ഗുജറാത്ത്, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് ആയിക്കോട്ടെ, കേദാ പെസന്റ് സ്ട്രഗിൾ ആയിക്കോട്ടെ, 2 നടന്ന എവിടെയാ? ഗുജറാത്തിലല്ലേ? ഒന്ന് കേദാ എന്ന് പറഞ്ഞാൽ ഗുജറാത്തിന്റെ ഈ ഭാഗത്താണ്, അഹമ്മദാബാദ് ഗുജറാത്തിന്റെ സെൻട്രലാണ്. ഓക്കെ, അത് 2 നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം. റെഡി? ഇനി നമുക്ക് നേരെ നോക്കുകയാണെങ്കിൽ പിന്നെ ഏതാ? ഇത് ഇല്ല. യെസ്, അത്ര തന്നെ ഉള്ളേ. അപ്പോൾ ആ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. ഹിസ്റ്ററിയിൽ നിന്ന് ആകെ അതേ ചോദിക്കുള്ളൂ. അങ്ങ് ഇരുന്ന് പഠിക്കുക. അത് വെറുതെ ഇതിൽ അധികം സമയം കളയരുത്. എളുപ്പത്തിൽ നിങ്ങൾക്ക് 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് നിങ്ങളെ A1 സ്വാധീനിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. റെഡി? അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ടാണ്, ഔട്ട്ലൈൻ മാപ്പാണ് അത്. ഒരു ഔട്ട്ലൈൻ മാപ്പല്ല, ഇന്ത്യയുടെ സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ള ഇതേപോലെയുള്ള പൊളിറ്റിക്കൽ മാപ്പാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി കുറേ കൂടി മാർക്ക് ചെയ്യാൻ സിമ്പിളാണ്. കാരണം ഓരോ സ്ഥലത്തിൻ്റെയും സ്റ്റേറ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നാഗ്പൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. കൊൽക്കത്ത എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. മദ്രാസ് അഥവാ ചെന്നൈ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ആ ഒരു
സ്റ്റേറ്റ് വെച്ച് പഠിക്കാൻ ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് മുകളിൽ നിങ്ങൾ മാക്സിമം ഒരു 1 hour സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ലൈവ് ഇവിടെ നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട്, ലൈവിന് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ നാളെ നടക്കുന്ന സോഷ്യൽ സയൻസിൻ്റെ എക്സാം എല്ലാവർക്കും ഈസി ആവട്ടെ. എക്സാമിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ nafi.eduport നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് അറിയിക്കട്ടോ. ഓർത്ത് വെക്കുക. നിങ്ങളുടെ എക്സാം നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ പോകുന്നു അല്ലെങ്കിൽ ടഫായ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് പറയാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്തായാലും നാളെ ഈവനിങ് നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ nafi.eduport നിഹാൽ പെർസ്പെക്റ്റീവ് ഈ 2 ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഒന്ന് അയച്ചു തരും കേട്ടോ. ഓക്കെ, നന്നായിട്ട്. പിന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരും, ആ ഒരു പോസിറ്റീവ് മെന്റാലിറ്റി തന്നെ നിൽക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ, സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെ. ഓൾ ദി ബെസ്റ്റ്.